നായകൻ കൂടെ നായികയുണ്ട് കേട്ടോ. ഒരു ജീപ്പ് ഓടിച്ച് ഒരു മല ഇങ്ങനെ കുത്തനെ കയറുകയാണ്. ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കാനുണ്ട്, നാട്ടുകാരൊക്കെ കാണാൻ നിൽക്കുന്നുണ്ട്. എല്ലാവരും കൈയടിച്ച് ജയ് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീപ്പ് മല കയറി അങ്ങനെ പോകുന്നു. പെട്ടെന്ന് ജീപ്പ് നേരെ പുറകിലേക്ക് പോവാം. പുറകിലേക്ക് എന്ന് പറഞ്ഞാൽ കുത്തനെ താഴെ ഭയങ്കര കുഴിയാണ് കേട്ടോ. നേരെ താഴേക്ക് വന്നാൽ കൊക്കയിലേക്ക് വീണു, എല്ലാം തകർന്നു. നായകൻ ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ രക്ഷയില്ല. ഇതാ പോരുന്നു. നമ്മളിങ്ങനെ ആകെ ഭയത്തോടു കൂടി ഉദ്വേഗജനകമായിട്ടുള്ള രംഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും കാണികളായിട്ട് നിൽക്കുന്ന നാട്ടുകാരും ആകെ ഭയന്നിട്ടുണ്ട്. നേരെ കൊക്കയുടെ വക്കിലേക്ക് വരുന്നു. ഉരുണ്ടുണ്ടെങ്കിൽ പോകുന്നു ജീപ്പ്. പക്ഷേ കൊക്കയിലേക്ക് വീണില്ല. കൊക്കയുടെ ആ സൈഡിൽ ജീപ്പ് അതിൻ്റെ ഇടയ്ക്ക് മറിഞ്ഞു കേട്ടോ. ജീപ്പ് തിരിഞ്ഞു മറിഞ്ഞ് ആകെപ്പാടെ ഉരുണ്ട് പരണ്ടിട്ടാണ് കൊക്കയുടെ വക്കിലേക്ക് വരുന്നത്. പക്ഷെ അവിടുന്ന് ഭാഗ്യത്തിന് കൊക്കയിലേക്ക് വീഴുന്നില്ല, അവിടെ നിൽക്കുക. ഇതുപോലത്തെ ഒരുപാട് രംഗങ്ങൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. സ്വാഭാവികം. അതുകൊണ്ട് ഈ രംഗം കണ്ടിട്ട് ഇത്രയും കണ്ടിട്ട് നമുക്ക് വലിയ ഷോക്കൊന്നും തോന്നേണ്ട കാര്യമില്ല. നെക്സ്റ്റ് സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ആളുകളൊക്കെ ഓടിക്കൂടും, നാട്ടുകാരൊക്കെ പെട്ടെന്ന് ഓടി വരും. അപ്പം നായകൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിക്കുകളൊന്നും പറ്റാതെ ഇങ്ങനെ തലപൊക്കി എഴുന്നേറ്റ് വരും, നായികയും പിടിച്ചെഴുന്നേൽപ്പിക്കും. അതൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് സിനിമകളിൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആ ജീപ്പിൽ നിന്ന് ആരും എണീറ്റ് വരുന്നത് കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ജീപ്പിൻ്റെ വീലിങ്ങനെ കറങ്ങും. 4 വീലും ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങി അപ്പോഴും ജീപ്പ് കൊക്കയിലേക്ക് വീഴുന്നില്ല കേട്ടോ. അവിടെ കിടന്ന് കറങ്ങിയിട്ടും ജീപ്പ് താഴേക്ക് പോകുന്നില്ല. ആ വീല് കറങ്ങി നേരെ എണീറ്റ് നിൽക്കുകയാണ് ജീപ്പ്. സ്ട്രെയിറ്റായിട്ട് നിന്നിട്ട് ഒറ്റ കയറ്റാണ് മലയിലെ മുകളിലേക്ക്. അങ്ങനെ കയറി നേരെ ടോപ്പിലെത്തും. ഞാൻ ഏതെങ്കിലും രജനീകാന്ത് സിനിമയിലെ രംഗമാണ് പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇത് വിലായത്ത് ബുദ്ധ, പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമ വിലായത്ത് ബുദ്ധയിലെ ഒരു രംഗമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇതുപോലെ ഇനി ഒരുപാട് രംഗങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും ഒന്നുമല്ല. വേറെ തമാശ, ഈ ജീപ്പ് കൊണ്ട് ഈ സാഹസമൊക്കെ കാണിക്കുന്ന സമയത്തും ഒരു 2-3 ദിവസം മുമ്പ് പുള്ളിക്കൊരു വെടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബുള്ളറ്റ് അപ്പോഴും പുള്ളിയുടെ തോളത്ത് തുളഞ്ഞിരിക്കുകയാണ്. ആ ബുള്ളറ്റും വെച്ചിട്ടാണ് പുള്ളി ജീപ്പ് ഓടിച്ച് കയറ്റിയത്. ഇങ്ങനത്തെ ഒരു രംഗമല്ല കേട്ടോ. ഇതിന് മുന്നേയും ഇതിന് ശേഷവും ഇത്തരം ഭീകര രംഗങ്ങൾ ആ സിനിമയിൽ ഇഷ്ടം പോലെയുണ്ട്. ആദ്യം നായകൻ ചന്ദനം കടത്താൻ ശ്രമിക്കുകയാണ്. അപ്പം ഈ ജീപ്പ് തന്നെ ഇതിങ്ങനെ ഓടിച്ചു പോകുന്നു. കൂടെ ഒരു ഡോഗുണ്ട്. മുന്നിൽ നേരെ ഒരൊറ്റയാൻ, പുറകിൽ ഫോറസ്റ്റുകാർ ജീപ്പും കൊണ്ട്. മുന്നിൽ ഒറ്റയാൻ, പുറകിൽ ഫോറസ്റ്റുകാർ. പക്ഷേ നായകൻ ജീപ്പങ്ങ് വെട്ടിച്ചിട്ട് പറത്ത് ഓടിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ട് ഒരു വലിയ കയത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്. കയാന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി അഥവാ കടലാണോ അത് അറിഞ്ഞൂടാ. നേരെ കൊണ്ടങ്ങ് ചാടിച്ച് മുങ്ങി അങ്ങ് പോവാണ് ജീപ്പ്. കുറച്ച് കഴിയുമ്പോൾ നായകൻ ഡോഗും കൂളായിട്ട് നടക്കുന്നത് കാണാം. ഫോറസ്റ്റുകാർ വന്ന് ഈ ജീപ്പ് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് കാണാം. ഇനി ലാസ്റ്റ് വേറൊരു രംഗമുണ്ട്. അതായത് ചന്ദനം കട്ടത്, ഈ ഇദ്ദേഹം നോക്കി വെച്ചിരുന്ന ഒരു ചന്ദനം മോഷ്ടിച്ചത് അതിലെ ചില വില്ലന്മാരാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ വന്നിട്ട് അതിങ്ങനെ 10-20 പേരിങ്ങനെ ആഘോഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഡബിൾ മോഹനൻ ഒറ്റയ്ക്ക് കയറി വരികയാണ്. ഇവർ മുഴുവൻ ഒറ്റയ്ക്കാണ് കേട്ടോ അയാൾ നേരിടാൻ പോകുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് നേരിട്ടു എല്ലാവരെയും.
സ്ഥിരം നമ്മൾ എല്ലാ സിനിമകളിലും കാണുന്ന അതേപോലത്തെ ക്ലീശ ഫൈറ്റ് രംഗങ്ങൾ. പിന്നെ വ്യത്യാസം ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വില്ലന്മാരെ പിടിച്ചിട്ട് ശർക്കരപ്പാനിയിൽ ഇട്ട് വേവിക്കുന്നുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് ഈ വില്ലന്മാരെ എടുത്തിടുന്നുണ്ട്. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിയിൽ കിടന്ന് പെടഞ്ഞ വില്ലന്മാർ ജീവനും കൊണ്ട് എണീറ്റ് ഓടുന്നു. എന്നുവെച്ചാൽ പല വ്യത്യസ്തമായ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫൈറ്റിൽ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴൊക്കെ ബുള്ളറ്റ് അപ്പോഴും ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ മറക്കരുത്. അങ്ങനെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ വില്ലന്മാരല്ല കട്ടത്, ചന്ദനം കട്ടത് അവരൊന്നുമല്ല. അപ്പം എന്തിനാണ് ആ പാവങ്ങളെ എടുത്തിട്ട് ഇങ്ങനെ പെരുമാറിയത് നമ്മൾ ചിന്തിച്ചു. ഈ സിനിമയിൽ ഉടനീളം ആ വില്ലന്മാർക്ക് പലപ്പോഴും അടി കിട്ടുന്നുണ്ട്. പക്ഷെ അവരാണോ വില്ലന്മാർ, എന്ത് വില്ലത്തരാണ് അവർ കാണിക്കുന്നത് എന്നുള്ള നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. നമുക്ക് സാധാവ് തോന്നിപ്പോവാ വില്ലന്മാരോട്. അതാണ്. പിന്നെ ക്യാമറ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ മറയൂരിൻ്റെ ഭംഗി ഒരു 3 മണിക്കൂർ നേരം ആസ്വദിച്ചിരിക്കാം. പക്ഷേ എന്തിനാണ് ആ സിനിമയിൽ 3 മണിക്കൂർ നേരം വലിച്ചു നീട്ടിയത് എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു കൂട്ടോ. അത് പല ഭാഗത്തും ബോറടിപ്പിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫൈറ്റ് രംഗമൊക്കെ. എന്നാലും നമുക്ക് ആ പ്രകൃതി ഭംഗി ശരിക്കും കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഒന്ന് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ്റെ ഒരു പെർഫോമൻസ് ശരിക്കും അതിൽ ഏറ്റവും നന്നായത് ഷമ്മി തിലകൻ തന്നെയാണ്. നല്ല ക്യാരക്ടേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ തിലകൻ്റെ റേഞ്ചിൽ തന്നെ എത്തേണ്ട അല്ലെങ്കിൽ ഭാവിയിൽ എത്താൻ സാധ്യതയുള്ള ഒരു നടൻ തന്നെയാണ് ഷമ്മി തിലകൻ. ഒരുപാട് സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമായിരിക്കും, ഒരുപാട് നാടകീയമായ ഡയലോഗുകളൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ നാടകീയതയിൽ പോലും ഒരു സ്വാഭാവികത കൊണ്ടുവരാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. നായകന് ഈക്വലായിട്ട് തന്നെയുള്ള ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ഷമ്മി തിലകനിൽ ചെയ്യുന്നത്. അങ്ങനെ 1-2 കാര്യങ്ങളാണ് എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നായിക നമ്മൾ വിചാരിക്കും പഴയ കൺസർവേറ്റീവ് നായികാ സങ്കല്പത്തെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പുതിയ നായികാസങ്കല്പമാണല്ലോ സിനിമ മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ നമ്മൾ ആദ്യമൊക്കെ ചിന്തിക്കും കേട്ടോ. പ്രിയംവദ അവതരിപ്പിക്കുന്ന ചൈതന്യ എന്ന് പറഞ്ഞ കഥാപാത്രം പൃഥ്വിരാജ് ഡബിൾ മോഹനൻ്റെ കാമുകിയാണ്. പക്ഷെ അതേ സമയം തന്നെ അവൾക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ട്. അത് ഡബിൾ മോഹനൻ തന്നെ പറയുന്നുണ്ട്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അവനെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടി അവൾക്ക് ചേർന്ന് ഞാനാണെന്ന് തോന്നിയത് കൊണ്ട് അവൾ എൻ്റെ കൂടെ നടക്കുന്നു. എന്നിട്ട് നായകൻ്റെ കൂടെ ജീപ്പിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ചാടിയിറങ്ങി രണ്ടാമത്തെ കാമുകൻ്റെ കൂടെ പോകുന്നു. വില്ലന്മാരെ നേരത്തെ പറഞ്ഞ നമ്മുടെ പാവം ഗതികെട്ട വില്ലന്മാരുണ്ടല്ലോ, അവരെ ഇടയ്ക്ക് എടുത്തിട്ട് ചവിട്ടുന്നുണ്ട് അവൾ. എന്താ പറഞ്ഞതിന് അമ്മയോട്, അമ്മ പണ്ട് വേശ്യയായിരുന്നു, അമ്മയോട് റിലേഷൻഷിപ്പിൽ ഇടപെടാൻ വരുമ്പം അമ്മയെ നിലയ്ക്ക് നിർത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മുടെ ആ പഴയ നായികാ സങ്കല്പം പൊളിക്കാണ് നമുക്കിങ്ങനെ തോന്നും. പക്ഷെ അവസാനം വരുമ്പോൾ ഒരു ഡയലോഗുണ്ട്, എനിക്ക് അവൻ എൻ്റെ ഭർത്താവായി ഈ വീട്ടിൽ കഴിയല്ല വേണ്ടത്, ഞാൻ ഡബിൾ മോഹനൻ്റെ പെണ്ണ് എന്നറിയപ്പെടണം, എനിക്ക് ആ ലേബലിലാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പം അതോടെ തീർന്നു. അതുവരെ ഇവരുണ്ടാക്കിക്കൊണ്ടുവന്ന ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോൾഡ് സ്ത്രീ സങ്കല്പമൊക്കെ അതോടുകൂടി അങ്ങ് പൊളിഞ്ഞു. പിന്നെ അവസാനം നായകന് ഈ ബുള്ളറ്റൊന്നും എടുത്താൽ കൊള്ളാമെന്നുണ്ട്, അപ്പോഴും സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കാത്തത് ഈ പറഞ്ഞ നായികയാണ്. അത് നീ ജയിക്കണം, നീ ജയിച്ചിട്ട് മാത്രമേ നീ ബുള്ളറ്റ് എടുക്കാൻ പാടും. അതാണ് നായിക സങ്കല്പം. ആ കുട്ടി പ്രിയംവദ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിനെ രൂപീകരിച്ച ഒരു രീതി ഉണ്ടല്ലോ, അതിൻ്റെ ഘടനയിൽ തന്നെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്കത് കുറച്ച് അരോചകമായിട്ട് അവസാന രംഗത്തൊക്കെ നമുക്ക് തോന്നും. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയവും പലപ്പോഴും നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട്. ഒരു സ്വാഭാവികതയില്ല അഭിനയത്തിൽ. മാത്രമല്ല ആ മേക്കപ്പ് പോലും അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫുള്ള് കരുതേച്ചിരിക്കുക, മേല് മുഴുവൻ കരുതേച്ചിരിക്കുക. പണ്ട് മുതലേ ഉള്ള രീതിയാണല്ലോ. കറുത്ത മനുഷ്യരെ അവതരിപ്പിക്കണമെങ്കിൽ യഥാർത്ഥ
നിറത്തിൽ കറുത്ത ആൾക്കാരെ ഒരിക്കലും സിനിമയിലേക്ക് എടുക്കില്ല. പകരം വെളുത്ത നായകനെയും നായികയും കരു തേച്ച് കറുത്തവരാക്കുക. അത് പണ്ട് മുതലേ ഉള്ള ഒരു രീതി അതായതുകൊണ്ട്. പക്ഷെ നമുക്കിതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നു. ആ കരുതേക്കലിൽ പോലും ഒരു സ്വാഭാവികതയില്ല പൃഥ്വിരാജിൻ്റെ കഥാപാത്രം. വാട്ടവർ, കഥ ഇങ്ങനെയൊക്കെയാണ്. കഥ മീൻസ് കഥ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സിനിമ ഇങ്ങനെയൊക്കെയാണ്. ഒരു 3 മണിക്കൂർ നമുക്കിങ്ങനെ സഹിച്ചിരിക്കാം. അത്ര തന്നെ. കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം.